ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇസ്രായേൽ ജനം കൂടാരപ്പെരുന്നാൾ ആചരിക്കുന്നത് കണ്ടുകൊണ്ട് വേദനയോടെ കർത്താവായ യേശുക്രിസ്തു വിളിച്ചു പറയുന്നതായ വാക്കുകളാണിവ. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. സഹോദരീ സഹോദരങ്ങളെ, ഇത് കൃപയുടെ നിറവിലുള്ള കാലമാണ്. നാം കൃപായുഗത്തിൽ ജീവിക്കുന്നവരാണ്. ഇന്ന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുവാൻ ദൈവത്തിന് ആഗ്രഹമാണ്. അതിനൊറ്റ കാര്യം വരി, ദാഹം മാത്രം വരി. ആ ദാഹം ഇന്നുണ്ടോ? അനേകർക്കും ഇന്ന് ആ ദാഹമില്ല എന്നുള്ളതാണ് സത്യം. കർത്താവ് വിളിച്ചു പറഞ്ഞു, പരസ്യമായി വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. സഹോദരീ സഹോദരങ്ങളെ, കർത്താവിന് രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്ന ഈ സമയം നിങ്ങൾക്ക് ആർക്കെല്ലാം ഈ ജീവജല ഉറവയിൽ നിന്ന് കുടിക്കണമെന്നും നിത്യജീവൻ പ്രാപിക്കണമെന്നും ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളവർക്ക് സൗജന്യമായി കർത്താവ് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഏക യോഗ്യത ദാഹിക്കുക എന്നുള്ളതാണ്. ആ ദാഹം വാസ്തവത്തിൽ ഒരു യഥാർത്ഥ ദൈവവേദന എപ്പോഴും ദാഹമായിരിക്കും. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ ദാഹിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു ദാവീദ് പറയും. ഈ ദാഹം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സൗജന്യമായ ജീവജല ഉറവയിൽ നിന്ന് കുടിക്കാം. ഈ ജീവജലമെന്ന് പറയുന്നത് എന്ത് വില കൊടുത്താലും കിട്ടുന്നതല്ല, മറ്റെങ്ങും പോയാൽ കിട്ടുന്നതല്ല. എൻ്റെ കഴിവോ പ്രതാപമോ മിടുക്കോ ഉദ്യോഗമോ പദവിയോ ഒന്നും കാണിച്ചാൽ കിട്ടുന്നതല്ല. അത് സൗജന്യമായ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അതിനുവേണ്ട ഏക യോഗ്യത ദാഹിക്കുക എന്നുള്ളതാണ്. ആരെല്ലാം ദാഹത്തോടെ ഇരിക്കുന്നുണ്ടോ അവർക്കത് കിട്ടും. മാത്രമല്ല, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു. വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അത് ദൈവിക വാഗ്ദത്തമാണ്. വിശ്വസിക്കുക എന്ന ഒറ്റ കാര്യം ചെയ്താൽ മതി, അവൻ ജീവൻ്റെ ഉറവയായി മാറും. അവന് ജീവനിറവയിൽ നിന്ന് കുടിക്കാമെന്ന് മാത്രമല്ല, വിശ്വാസി ജീവൻ്റെ ഉറവയായി മാറും. ദൈവം അതുതന്നെയാണ് നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. എന്നാ നിങ്ങൾ ഈ ജീവ ഉറവയിൽ നിന്ന് കുടിച്ചിട്ട് ജീവ ഉറവായി നിങ്ങൾ തീർന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാറ് ദാഹത്തോടെ ഇരിക്കുന്ന അനേകർക്ക് ഈ ജീവജലം കൊടുക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സുണ്ടോ പ്രിയപ്പെട്ടവർ? ഈ തലമുറയുടെ ആശയോടെ നോക്കുന്നുണ്ട്, എല്ലാവരെയും നോക്കുന്നുണ്ട്, എന്നെയും നിങ്ങളെയും നോക്കുന്നുണ്ട്. അവൻ്റെ സ്നേഹമാണ് നമ്മെ അവൻ്റെ പാതിദൂരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ പുറമേയുള്ള വേഷമോ നമ്മുടെ വാക്കുകളോ ഇതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. ഹൃദയത്തിൻ്റെ ഭാഷ. ഹൃദയം സംസാരിക്കുന്നുണ്ടോ? ഹൃദയം ദാഹിക്കുന്നുണ്ടോ? ഹൃദയം വിശ്വാസത്തിലേക്ക് വരുന്നുണ്ടോ? ഒരു വാക്യം കൂടെ വായിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യേ കരഞ്ഞും കൊണ്ട്, യഹോവേ, നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്ദയ്ക്ക് ഏൽപ്പിക്കരുതേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ, സഹോദരീ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളും ആരാണ്? പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, വളരെ കൃത്യമായി അപ്പോസ്തലൻ ഓർപ്പിക്കും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നാം രാജകീയ പുരോഹിത വർഗമാണ്. നാം നിസ്സാരന്മാരല്ല. നാം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. അനേകർക്ക് വേണ്ടി ഇടിവ് നിൽക്കേണ്ടവരാണ്. പാപിയെ ദൈവസന്നിധിയിലേക്ക് നിൽക്കുന്ന പാലമായി നിൽക്കേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കടമ നാം നിർവഹിക്കാറുണ്ടോ?
നാം രക്ഷപ്പെട്ടിട്ട് നാം ഈ ജീവജല ഉറവയിൽ നിന്ന് കുടിച്ചിട്ട് ജീവജല ഉറവയായി നാം ഓരോരുത്തരും തീർന്നിട്ട് ഈ ജീവജല ഉറവയിൽ നിന്ന് അനേകർക്ക് കൊടുക്കണം, അനേകരെ ജീവിപ്പിക്കണം. ഇതാണ് വാസ്തവത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവായ ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷാ നാളിൽ യഹൂദന്മാർ ശമര്യയിലേക്ക് പോകാറില്ല. ശമര്യരുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ല. അവർ ശമരിയാക്കാട്ടിലേക്ക് സംസർഗമില്ലാതെ മാറി നിന്നിരുന്നു. എന്നാൽ ആ കാലത്തെ കർത്താവായ യേശു ക്രിസ്തു ശമര്യയിലൂടെ പോയി. എന്തിനെന്നറിയാമോ? ഒരു സ്ത്രീയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കർത്താവ് പോയി. എന്തിനാണ് കർത്താവ് പോയത്? നട്ടുച്ച നേരത്ത് എരിപൊരി വെയിലത്ത് ആ ശമരിയ കിണറ്റിൻകരയിലേക്ക് കർത്താവ് യേശു ക്രിസ്തു പോയത് ഒരു സ്ത്രീയെ തേടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളോട് വാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ദൈവം നിങ്ങളെക്കുറിച്ച് വലിയവ ആഗ്രഹിക്കുന്നു. ആ സ്ത്രീ ജീവജല ഉറവ കണ്ടിട്ടില്ല. അവൾ ജീവജല ഉറവയിൽ നിന്ന് കുടിച്ചിട്ടില്ല. അവളുടെ ജീവിതകാലമെല്ലാം അവൾ ആ യാക്കോബിൻ്റെ കിണറ്റിലെ വെള്ളം കുടിച്ചവളാണ്. കുടിക്കുന്തോറും ദാഹിക്കുന്ന വെള്ളം കുടിക്കുന്നവളാണ്. അത് കുടിച്ച് ശീലിച്ചവളാണ്. എന്നാൽ അവളുടെ ജീവിതം അത്ര നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അവൾ 5 ഭർത്താക്കന്മാരെ മാറി മാറി ഉപയോഗിച്ചവളാണ്. എന്തുകൊണ്ടാണ് ഭർത്താക്കന്മാരെ മാറേണ്ടി വന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. വേറോസറിന് വിശദീകരണം ഒന്നുമില്ല. എന്തുകൊണ്ടോ അവർ 5 പേരെ ഉപേക്ഷിച്ച് കളഞ്ഞു. 5 പേരും ഭർത്താക്കന്മാരായിരുന്നു, ഔദ്യോഗികമായി വിവാഹം കഴിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ അവരെ എല്ലാം അവൾ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ 6ാമതൊരുവനോട് അവൾ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവനുമായി വിവാഹം കഴിഞ്ഞിട്ട് പോലുമില്ല. ഒരു മനുഷ്യൻ്റെ ആവശ്യം. നമുക്കവളെ കുറ്റം വരിക്കാൻ സാധ്യമല്ല. അവളുടെ സ്വഭാവം മോശമാണോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ അവളെ തേടി കർത്താവായ യേശു ക്രിസ്തു ചെന്നു. ഏത് മോശം സ്വഭാവമുള്ളവരെയും ഏത് കൊടുംപാപിയെയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവാണ്. അവൻ ഒറ്റയ്ക്കൊരാഗ്രഹമേ ഉള്ളൂ. നിങ്ങൾ മനംതിരിയുക, നിങ്ങൾ പാപത്തോടെ യാത്ര പറയുക, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഒരുക്കുക, നിങ്ങൾ വിശ്വാസികളായി തീരുക. ഈ ജീവജലയിൽ നിങ്ങൾ കുടിച്ചിട്ട് അനേകരെ നിങ്ങൾ കുടിപ്പിക്കുക. അതുമാത്രമാണ് കർത്താവിൻ്റെ ആഗ്രഹം. കർത്താവ് ശമരിയ കിണറ്റിൻകരയിലേക്ക് ചെന്നു. ആ സ്ത്രീ അവിടേക്ക് വന്നു. അവൾ വെള്ളം കോരുവാൻ കുടവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കർത്താവ് അവളോട് ചോദിച്ചു, സ്ത്രീയെ, എനിക്ക് കുടിപ്പാൻ തരുമോ? എൻ്റെ ദാഹം നീ തീർക്കുമോ? ഈ ദാഹം എന്താണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? ഇന്ന് നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുന്നവരുടെ ദാഹം നിങ്ങൾക്കറിയാമോ? നമ്മുടെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹം, ഓരോ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. കർത്താവിൻ്റെ 2ാമത്തെ വരവ് ആസന്നമായി നിങ്ങൾ അറിയുന്നുണ്ടോ? കർത്താവ് 2ാമത് വരുമ്പോൾ അന്ന് നാം പറന്നുയരുന്നില്ലെങ്കിൽ നാം ശിക്ഷാവിധിയിലേക്ക് പോകും, നാം നെറ്റ് നരകത്തിലേക്ക് പോകും. വേറെ യാതൊരു പ്രൊവിഷൻസും അവിടെ ഇല്ല. നിങ്ങൾ ഈ ഗൗരവകേറിയ കാര്യം അറിയുന്നുണ്ടോ? ആ ശിക്ഷാവിധി നമുക്ക് വരരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് സ്നേഹവാനായ ദൈവം നമ്മോട് കെഞ്ചിക്കൊണ്ട് നിൽക്കുകയാണ്, അഭയയാചനയോടെ നിൽക്കുകയാണ്. സൃഷ്ടികളുടെ മുൻപിൽ സൃഷ്ടാവ് കരം നീട്ടി നിർത്തിക്കൊണ്ട് യാചകനെ പോലെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് തീരുമാനിക്കും? ആ സ്ത്രീയോട് ചോദിച്ചു, നീ എനിക്ക് കുടിപ്പാൻ തരുമോ? അവൾ ചോദിച്ചു, നീ ഒരു യഹൂദനാണ്, ഞാനൊരു ശമരിയാക്കാരി സ്ത്രീയാണ്, യഹൂദന്മാർക്ക് ശമര്യരുമായൊരു ബന്ധവുമില്ല. അങ്ങനെ ഇരിക്കാൻ നീ എന്തിനാണ് എന്നോട് വെള്ളം ചോദിക്കുന്നത്? അവൾക്ക് പിടികിട്ടുന്നില്ല. ആത്മീയം അവൾക്ക് പിടികിട്ടുന്നില്ല. കർത്താവ് പറയുന്ന ഭാഷകൾ പോലും അവൾക്ക് പിടികിട്ടുന്നില്ല. എന്നാൽ സൗമ്യനായി ശാന്തനായി ആ സ്ത്രീയുടെ മുൻപ് കർത്താവായ യേശു നമ്മളോട് ഇടപെടുന്നത് നാം കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം വിശദമായി പഠിച്ചാൽ നമുക്ക് അതെല്ലാം കാണാം. കർത്താവിനോട് ഹൃദ്യമായി ഇടപെടുന്നുണ്ട്. നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നതിന് ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് കർത്താവിനോട് പറഞ്ഞു. അതും അവൾക്ക് പിടികിട്ടുന്നില്ല. ഏതാണ് ഈ ജീവനുള്ള വെള്ളം? ഇവൻ തരാമെന്ന് പറയുന്ന വെള്ളം ഏതാണ്? ഈ കിണർ ആഴത്തിലുള്ളതാണ്. അവൻ്റെ കയ്യിൽ വെള്ളം കോരുവാൻ പാത്രമൊന്നുമില്ല. പിന്നെ അവൻ എങ്ങനെയാണ് എനിക്ക് ഈ വെള്ളം തരുന്നത്? അവൾ ചോദിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, നീ യാക്കോബിനേക്കാൾ വലിയവനാണോ? യാക്കോബാണ് ഈ കിണർ കുടിച്ചത്. യാക്കോബും യാക്കോബിൻ്റെ മക്കളും അവൻ്റെ ആടുമാടുകളും എല്ലാം കുടിച്ചത് ഈ കിണറ്റിലെ വെള്ളമാണ്. അതേ വെള്ളമാണ് ഞാനും കുടിക്കുന്നത്. ഇന്നും അനേകർ ചടങ്ങുകളുമായി പോകുന്നു. ഇന്നും അനേകർ മനഃപ്പാടമാക്കിയ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് കഴിയുന്നു. സമയം വൃഥാവാക്കി കളയുന്നു. ദൈവമായുള്ള ബന്ധം കിട്ടുന്നില്ല. ഹൃദയത്തിൽ ശുദ്ധീകരണം നടക്കുന്നില്ല. ചടങ്ങുകളെല്ലാം ഉണ്ട്.
ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ഹൃദയം വിശുദ്ധമാകുന്നില്ല. ഹൃദയത്തിലേക്ക് ജീവനീരുറവ് വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ജീവനീരുറവുമായി നിങ്ങൾ ബന്ധപ്പെട്ടാലേ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈ ഉറവ പൊട്ടി പുറപ്പെടുകയുള്ളൂ. അവൾ പിന്നെയും എതിർക്കുകയാണ്. നിങ്ങൾ ആരാധിക്കുന്നത് യെരുശലേമിലാണ്, ഞങ്ങൾ ആരാധിക്കുന്നത് ഈ മലയിലാണ്. അവൾ ആരാധനയുടെ വൈരുദ്ധ്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതിലെ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെയും ലോകകാര്യങ്ങളിലേക്ക് തിരിയുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവൾക്ക് ജീവൻ്റെ വചനം കൊടുത്തു. ഞാനത് വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല. അവൾ വെള്ളം കോരുവാൻ വന്നവൾ കോരുവാൻ കൊണ്ടുവന്ന പാത്രം കിണറ്റിൻകരയിൽ വെച്ചിട്ട് അവൾ മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവൾ മടങ്ങിപ്പോയത്? അവൾക്ക് ജീവനീരുറവ് കിട്ടിയോ? അവൾ എന്താണ് വെള്ളം കൊണ്ടുപോകാഞ്ഞത്? അവൾക്ക് ഈ ഭൂമിയിലെ വീണ്ടും ദാഹിക്കുന്ന വെള്ളമല്ല, നിത്യജീവനിലേക്ക് ഉയർന്നു വരുന്ന ജീവനീരുറവയിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു അവൾക്ക് കൊടുത്തു കഴിഞ്ഞു. അത് സത്യമാണ് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ, വേദപുസ്തകത്തിൽ നിങ്ങളത് വായിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുക, ഹൃദയം തുറന്ന് നിങ്ങൾ ഇരിക്കുക, നിങ്ങൾ ആത്മശരീര മനസ്സുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളിരിക്കുക. നിങ്ങൾക്ക് തരാൻ കർത്താവ് ശക്തനാണ്. അവൾ വേഗം നമ്മൾ ശമരിയിലേക്ക് മടങ്ങിച്ചെന്നു. അതുവരെയും നല്ല അഭിപ്രായം പറയാതിരുന്ന നാട്ടുകാരുടെ മുൻപിൽ അവൾ അവളുടെ സാക്ഷ്യം പറഞ്ഞു. എന്താണ് അവൾ പറഞ്ഞത്? ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു പുരുഷനെ വന്ന് കാണുമീൻ, പക്ഷേ അവൻ ക്രിസ്തുവായിരിക്കുമോ? സ്തോത്രം. പ്രിയപ്പെട്ടവർ, ജീവിതകാലത്തെ സകല പാപങ്ങളും കർത്താവ് യേശുവിനെ വെളിപ്പെടുത്തി കൊടുത്തു. അതൊരു വലിയ മർമ്മമാണ്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല കുടുംബങ്ങളിൽ നിന്നവരുണ്ട്, പല സ്റ്റാൻഡേർഡുകളിലുള്ളവരുണ്ട്, പല തരത്തിലുള്ളവരുണ്ട്, പല പ്രകാരത്തിൽ പാപത്തിൽ വീണവരുണ്ട്. എന്നാൽ അവർ ഓരോരുത്തരും കേൾക്കുന്നത് അവരവർക്കുള്ള പാപബോധമാണ്. വചനം കൊടുക്കുന്ന കർത്താവായ യേശു ഒരേ വചനം കൊടുക്കുന്നു, എന്നാൽ ഓരോരുത്തർക്കും അവരവരുടെ പാപങ്ങൾ ബോധ്യപ്പെടുത്തി കിട്ടുന്നു. നിങ്ങൾ തിരിച്ചറിയണം. അതാണ് ആത്മാവിൻ്റെ വചനം, അതാണ് ദൈവവചനം. ആ ദൈവവചനം കേട്ടപ്പോൾ അവളുടെ ജീവിതം മുഴുവനും അവൾ കണ്ടു. അവളുടെ ജീവിതകാലത്ത് ചെയ്ത പാപങ്ങളൊക്കെയും അവൾ കണ്ടു. അതാണ് അവൾ ചെന്ന് പറയുന്നത്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു പുരുഷനെ വന്ന് കാണുമീൻ, അവൻ മിശിഹായായിരിക്കും, അവൻ വീണ്ടെടുപ്പുകാരനായിരിക്കും. യഹൂദൻ കാത്തിരിക്കുന്ന ഓരോ വ്യക്തിയും കാത്തിരിക്കുന്ന സാക്ഷാൽ വീണ്ടെടുപ്പുകാരൻ, സാക്ഷാൽ മശിഹ അവനായിരിക്കാമത് അവൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ വാക്കുകൾ കേട്ടപ്പോൾ, ആ ഒരു വാചകം കേട്ടപ്പോൾ ശമര്യയിലുള്ളവരെല്ലാം ഇതാ കൂട്ടത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ദാഹത്തോടെ വരുന്നു. നിങ്ങൾ മറക്കരുത്, ഈ ദാഹം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ആ സത്യദൈവത്തെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഈ ആത്മാവിനെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ആ ആത്മാവിൻ്റെ ദാഹം നിങ്ങൾ അറിയുന്നുണ്ടോ? സ്വർഗത്തിലെ ദാഹം നിങ്ങൾ അറിയുന്നുണ്ടോ? സ്വർഗത്തിൽ നിങ്ങൾ എത്ര വിലപ്പെട്ടവരാണ് നിങ്ങൾ അറിയുന്നുണ്ടോ? ആരെയും ചെറുതാക്കി കാണരുത്. പ്രിയപ്പെട്ടവർ, നിങ്ങളെ ആരെങ്കിലും ആയിരിക്കാം വിളിച്ചത്, നിങ്ങൾ ആരെങ്കിലും പറയുന്ന ഒരു വാക്ക് കേട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. പക്ഷേ അത് സ്വർഗത്തിൻ്റെ സ്വരമാണ്, സ്വർഗത്തിൻ്റെ ശബ്ദമാണ്, സ്വർഗമാണ് നിങ്ങളെ ആകർഷിക്കുന്നത്. അത്രയും നിങ്ങൾ വിശ്വസിക്കുക, അത്രയും നിങ്ങൾ വിനയത്തോടെ നിങ്ങൾ വരിക. നിങ്ങളെ കാണുന്ന ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. അവൾക്ക് പ്രതിഫലം കിട്ടി. ജീവജലമേ നമ്മൾ കുടിച്ചു കഴിഞ്ഞു. ആ വലിയ ജനസമൂഹം യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ യേശു അതേ കിണറ്റിൻകരയിൽ ആ വെയിലും കൊണ്ട് കർത്താവ് കാത്തു നിൽക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, എൻ്റെ നിങ്ങളുടെ ദാഹം എന്താണ്? വിശപ്പ് എന്താണ്? ശിഷ്യന്മാർ ആ സമയത്ത് ആഹാരം കൊള്ളുവാൻ ഉള്ളിടത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അവർ വന്നു, അവർ ആഹാരവും കൊണ്ടുവന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ട്. സ്തോത്രം. ഏതാണ് ആഹാരം? പാവപ്പെട്ട ദരിദ്രന്മാർക്ക് ജീവജല ഉറവയിൽ നിന്ന് കൊടുക്കുന്നതാണ് ആഹാരം. ജീവന്റെ അപ്പം പകർന്നു കൊടുക്കുന്നതാണ് ആഹാരം. അതെനിക്കുണ്ട്. അവരോർത്ത് വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു കാണും. പ്രിയപ്പെട്ടവർ, ആത്മാക്കളുടെ ഉടയവൻ്റെ ദാഹം, അവൻ്റെ ഇന്നത്തെ ദാഹം തീരണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിലേക്ക് ഈ ജീവൻ്റെ വചനം കടന്നു ചെല്ലണം. ജീവൻ്റെ അപ്പം നിങ്ങൾ ഭക്ഷിക്കണം, മനസ്സോടെ നിങ്ങൾ കഴിക്കണം, ജീവൻ ഈറവയിൽ നിങ്ങൾ കുടിക്കണം. നിങ്ങൾക്ക് മനസ്സാണോ എങ്കിൽ അവൻ്റെ ദാഹം തീരും, അവൻ്റെ വിശപ്പ് തീരും. സത്യമാണ്. സ്വർഗം ദാഹത്തോടെ നിൽക്കുന്നു. സ്വർഗം നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ആവലോടെ നിൽക്കുന്നു, കര നീട്ടിക്കൊണ്ട് നിൽക്കുന്നു, കെഞ്ചിക്കൊണ്ട് നിൽക്കുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന് ഞാൻ അവനോടും അവനോടും കൂടെ അത്താഴം കഴിക്കും.
സഹോദര, ഈ തലമുറയിൽ നിൽക്കുന്ന സ്ഥാനത്ത് ഒരു ജീവനീതുറവയായി നിൽക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഒന്നേ ചെയ്യേണ്ടതുള്ളൂ. നീ ശ്രേഷ്ഠ മഹാപുരോഹിത വർഗമാണ്. ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് നിസ്സാരമായിട്ടല്ല. നീ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചങ്ങ് ഒടുങ്ങി പോകാനുള്ളതല്ല. നീ ആത്മാക്കളെ നേടുവാനുള്ളവനാണ്. അനേക ആത്മാക്കളെ ചുമക്കുവാനുള്ളവനാണ്. സ്തോത്രം. ദൈവം ആശയോടെ നിന്നിലേക്ക് നോക്കുന്നുണ്ട്. നിനക്ക് മനസ്സാണോ? നമ്മുടെ വായിച്ചു കേട്ടു, പുരോഹിതന്മാർ നിലവിളിക്കട്ടെ, ജനത്തിൻ്റെ പാപത്തെ തലമുറയിട്ട് കരയട്ടെ. നിങ്ങൾക്ക് മനസ്സാണോ പ്രിയപ്പെട്ടവർ? ജനത്തിൻ്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കരയുവാൻ നിങ്ങൾക്ക് മനസ്സാണോ? ദാനിയേൽ തൻ്റെ നല്ല പ്രായത്തിൽ ഇസ്രായേലിൻ്റെ പാപത്തിന് വേണ്ടി കരഞ്ഞു. പ്രയോജനമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഓരോ ദൈവമക്കളും, ദൈവം ഉയർത്തിയ ഓരോ ദൈവമക്കളും അവർ പാപത്തെ ഓർത്ത് കരഞ്ഞു. സമൂഹത്തിൻ്റെ പാപത്തെ ഓർത്ത് കരഞ്ഞു. അത് ഞങ്ങളുടെ പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ നിൽക്കുന്ന ഈ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന തിന്മകൾ എന്തുകൊണ്ട് കർത്താവേ ഈ പാപത്തിന് പരിഹാരം തന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് ആ തൃപ്പാദങ്ങളിൽ നിന്ന് കണ്ണുനീരൊഴുക്കാൻ ആരെങ്കിലും ഉണ്ടോ? കണ്ണുനീരൊഴുക്കുന്നവരുണ്ടോ? നിന്റെ കണ്ണുനീരിന് വിലയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവര്, അത് നിങ്ങൾ അനുഭവിക്കാതെ പോകരുത്. ആ സ്നേഹത്തെ നിങ്ങൾ അറിയാതെ പോകരുത്. നീ പാപത്തിലേക്ക് തിരിയരുത്. ഈ സ്നേഹത്തെ നിങ്ങൾ കുത്തിമുറിക്കരുത്. സ്നേഹവാനായ ക്രിസ്തുവിനോട് നിങ്ങൾക്ക് ഒരു പ്രകാരത്തിലും സ്നേഹം ഇല്ലാതെ വരരുത്. ആ സ്നേഹത്തെ നിങ്ങൾ കുത്തിമുറിക്കാൻ ഇടവരരുത്. പുരോഹിതന്മാർ അലമുറയിട്ട് കരയിട്ട് പ്രവാചകൻ പറഞ്ഞു. നമുക്ക് വീണ്ടും വായിക്കാം. തീമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളെ ഇപ്രകാരം ഓർപ്പിച്ചു. ഓരോ ദൈവമക്കളെയും ഓർപ്പിച്ചു. 1 തീമോത്തിയോസ് 2:8. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, പുരുഷന്മാർ, ആത്മാക്കളെ വഹിക്കുന്നവർ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനാണ്, നിങ്ങളുടെ കുടുംബത്തെ പോറ്റുന്നവനാണ്. എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല. പുരുഷന്മാർ, പുരുഷത്വമുള്ളവർ, കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ, കർത്താവിന് വേണ്ടി വീര പോരാളികളെ നിൽക്കാൻ തീരുമാനമെടുത്തവർ, നാമങ്ങൾ തീരുമാനമെടുത്തവരാണ് പ്രിയപ്പെട്ടവർ. എന്നെങ്കിലും ഒരിക്കൽ നാം ദൈവത്തോട് വാക്ക് പറഞ്ഞവരാണ്. സാത്താനെ ഉപേക്ഷിക്കുന്നു. മശീഹാരംബരാനെ ഞാൻ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാൻ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. മനസ്സോടെ വാക്ക് പറഞ്ഞ ദൈവം ഇതിൽ നിന്റെ വാക്ക് കേട്ട് നിന്റെ ഹൃദയത്തിലേക്ക് വന്ന കർത്താവ് നിന്റെ ഹൃദയത്തിൽ ഇന്നുണ്ടോ? അവൻ്റെ ശബ്ദം നീ കേൾക്കാറുണ്ടോ? അവൻ നിന്നെ വഴിനടത്ത് നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അതോ നിന്റെ കർത്താവ് ഇറങ്ങിപ്പോകേണ്ട വന്നോ? ഞാൻ എന്നും തലകുനിച്ച് നിന്നുകൊള്ളാമെന്ന് കർത്താവിനോട് പറഞ്ഞൊരു കഴുതയെപ്പോലെ അത് അടുത്ത് നിന്ന് നിന്റെ മേൽ വാഹനമേറിയ കർത്താവ് ഇന്ന് നിന്റെ മേലുണ്ടോ? അതോ നീ തല ഉയർത്തിയോ? കഴുത തല ഉയർത്തിയാൽ യേശു താഴെ വീഴും, പിന്നെ അവനോടെ കാണുകയില്ല. നിന്റെ സ്വയം ഉയർന്നാൽ പിന്നെ യേശുവിടെ കാണുകയില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവർ, എൻ്റെയും യേശുവിൻ്റെയും കൂടുതൽ ഒന്നിച്ചൊരു ഉയർന്നു നിൽക്കാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. ഞാൻ എൻ്റെ മഹത്വം ആർക്കും കൊടുക്കുകയില്ല. ഞാൻ എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയില്ല. ദൈവത്തിൻ്റെ മഹത്വം ഒരു മനുഷ്യനെടുക്കാവുന്നതല്ല. മനുഷ്യനെടുത്താൽ അവന് ശാപമാണ്, അവൻ്റെ തലമുറകൾക്ക് ദോഷമാണ്. വചനം വ്യക്തമായി പറയുന്നുണ്ട്. സഹോദര, ഒരു കഴുതയെപ്പോലെ നീ കർത്താവിനെ വഹിച്ചിട്ട് നീ എപ്പോഴെങ്കിലും തല പൊക്കിയോ? നിനക്കിപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവിനോട് മാപ്പപേക്ഷിക്കാം. കർത്താവ് വന്നതെല്ലാം വന്നുപോയി. എന്താണ് പരിഹാരമാർഗം? ദൈവം സൗജന്യമായി തന്നത് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഇനി ഒന്നേ മാർഗമുള്ളൂ. നീ വില കൊടുത്ത് വാങ്ങുക. നീ വില കൊടുത്ത് വാങ്ങുക. എന്താണ് വില? ദൈവത്തിലെ നിന്നെ തന്നെ നീ കൊടുക്കുക, പൂർണ്ണമായും കൊടുക്കുക. ദൈവത്തിനായി നിന്നെ തന്നെ കൊടുക്കുക. അവൻ്റെ ദാസനായി നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. ചെവി തുളച്ച അടിമയായി നിന്നുകൊള്ളുക. ഒരു ചെവി തുളച്ച അടിമ, ഒരടിമ, നോ ക്ലെയിം. അവൻ അവകാശവാദങ്ങളില്ല. അവൻ ആഹാരം പോലും ചോദിക്കാൻ യോഗ്യതയില്ല. യജമാനൻ കൊടുത്താൽ കഴിക്കാം. യജമാനൻ എന്തെങ്കിലും സൗകര്യങ്ങൾ കൊടുത്താൽ അവൻ ഉപയോഗിക്കാം. അവന് യാതൊരു അവകാശവാദം, അവൻ അടിമയാണ്. വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ അടിമയാണ്. ഞാൻ നിങ്ങളും ആ അനുഭവത്തിലാണോ നിങ്ങൾ കഴിയുന്നത്? നിങ്ങൾ ഓർക്കണം. അതോ ഞാൻ ഉയർന്നു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വചനം ഓർപ്പിക്കുന്നു. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തും, തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും.
ദൈവം ഉയർത്തുന്നവനെ ആർക്കും താഴ്ത്താൻ ഒക്കുകയില്ല. ദൈവം താഴ്ത്തിയവനെ ആർക്കും ഉയർത്താനും ഒക്കുകയില്ല. ദൈവം ഇതിലേ ദൈവം ഉയർത്താൻ്റെ കുറെ നീ താഴ്ന്നു നിൽക്കുന്നുണ്ടോ? നീ താഴ്മ ധരിച്ച് നിൽക്കുന്നുണ്ടോ? നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക. നമുക്ക് രാത്രിയുടെ ഏകാന്തതയിൽ മുഴങ്കാലിരിക്കാം. നമുക്ക് സമൂഹത്തിന് വേണ്ടി കരയാം. കർത്താവേ, ജനത്തിൻ്റെ പാവം അതികഠിനമായിരിക്കുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ ജനത്തെ ജാതികൾക്ക് നിന്നയ്ക്കായി വിട്ടുകൊടുക്കരുതേ. പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ രൂപാന്തരം നടക്കും. നമുക്ക് വീണ്ടും വായിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 23 മുതൽ. സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ദൈവവേദിരെ, അന്ത്യകാലത്ത് ജനത്തിൻ്റെ പാപത്തെ വഹിച്ചുകൊണ്ട് ആരെല്ലാം ഓരോരോ കണ്ണുതിരൊഴുക്കിക്കൊണ്ട് വിലപിക്കുന്നുണ്ടോ, ദൈവത്തിൻ്റെ അനുതാപത്തോടെ ഏറ്റുപറയുന്നുണ്ടോ, അവിടെ സ്തുതി മുഴങ്ങും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്, വാഗ്ദത്ത വചനമാണ്. ആ സ്തുതി ദൈവത്തിലെ നാവിൽ കിട്ടിയിട്ടുണ്ടോ? ആ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനമല്ലേ. അവിടെ സ്തുതി മുഴങ്ങും. മാത്രമല്ല, അവരുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം? വിഗ്രഹാരാധിയായ അബ്രഹാം വിഗ്രഹങ്ങളുടെ മധ്യത്തിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ച് ഹാരാനിൽ വന്ന് പാർക്കുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാളിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. സ്തോത്രം. തന്നെ വിളിക്കുന്നത് ദൈവമാണെന്ന് ഒരൊറ്റ ബോധ്യം. പ്രിയപ്പെട്ടവര്, ഹാരാനിൽ വേരുറപ്പിച്ച അബ്രഹാം, അവിടെ സാമ്പത്തികമായി നല്ല നിലയിൽ കഴിയുന്ന അബ്രഹാം, നല്ല ബിസിനസ് ചെയ്യുന്ന അബ്രഹാം, തന്നെ വിളിക്കുന്ന ദൈവമാണ് എന്നൊരൊറ്റ ശബ്ദം കേട്ടപ്പോൾ അത് ദൈവമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അബ്രഹാം താനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെട്ടു. സ്തോത്രം. സ്വന്തക്കാർ, ചാർച്ചക്കാർ, ബന്ധുക്കാർ, കുടുംബക്കാരെല്ലാം എന്തെല്ലാം എതിർത്ത് പറഞ്ഞു കാണും. ആരെല്ലാം ചോദിച്ചു കാണാം, നീ എവിടെ പോകണമെന്ന്. അവൻ എന്ത് പറയാനുണ്ട്? ദൈവം നിന്നെ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്തേക്ക്. പ്രിയപ്പെട്ടവരെ, പരിഹാസങ്ങളേറ്റില്ലേ, നിന്ദകളേറ്റ് കാണില്ലേ? പക്ഷേ ആ പ്രതികൂലങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് അബ്രഹാം പുറപ്പെട്ടു. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, നിന്റെ ചക്കുകൾ എണ്ണ കൊണ്ട് കവിയും. സ്തോത്രം. അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം അബ്രഹാമിനോട് വാക്ക് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം അവകാശമായി കൊടുക്കും. ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞ ദേശം നല്ലതും വിശാലമായതും പാലും തേനും ഒഴുകുന്നതുമായ ദേശമായിരിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അറക്കലവർ മനസ്സിലാകുന്നുണ്ട്. നീ ചാണകം മഴയും തറയിലാണോ? സാരമില്ല. നിന്റെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, നിന്റെ ചക്കുകൾ എണ്ണയും വീഞ്ഞും കൊണ്ട് നിറയും. നിന്റെ വായിലേക്ക് സ്വർഗമായ മാലാഖമാർ ഇറങ്ങി വരും. ദൈവിക സാന്നിധ്യം നിനക്ക് കിട്ടും. അനുഭവിക്കുന്നുണ്ടോ? സമാധാനം കൊണ്ട് നിറയും. സ്തോത്രം. അത് നിങ്ങൾ അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, കർത്താവ്, ഇതിൽ കൂടുതൽ എനിക്ക് അനുഭവിക്കാൻ നിവൃത്തിയില്ല, എൻ്റെ ചങ്ക് പൊട്ടുമോ? ഇനിയും നീ എന്നെ അനുഗ്രഹിക്കരുത്, എൻ്റെ ചങ്ക് പൊട്ടുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അറിയാതെ പറഞ്ഞു പോകും. സ്തോത്രം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഔന്നത്യവും സദാ ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അനുഭവിച്ച പിതാക്കന്മാർ പ്രാർത്ഥിച്ചു. സഹോദര, ഇത് നിൻ്റെ അനുഭവമാണോ? നിനക്ക് മനസ്സാണോ? അങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കാൻ നിനക്ക് മനസ്സാണോ? അങ്ങനെയാണെങ്കിൽ ദൈവം ഒരു കാര്യം ചെയ്യും. നിന്റെ ജീവിതത്തിൽ വെട്ടുക്കിളിയും വെട്ടിലും തുള്ളലും പച്ചപ്പുഴവും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി ദൈവം നിനക്ക് പകരം തരും. ആർക്കെല്ലാം മനസ്സിലായി? പാപത്തിന് വേണ്ടി തങ്ങളെ തന്നെ വിട്ടുകളഞ്ഞ് മിസ്രൈമിലെ അടിമത്തത്തിലായിപ്പോയ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കാൻ ദൈവം വഴിയൊരുക്കുകയാണ്. ഇന്ന് പാപത്തിൽ ജീവിക്കുന്ന ദൈവവേദിലേ നിനക്കൊരു മോചനം തരാൻ കർത്താവ് വഴിയൊരുക്കിയിരിക്കുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ നിന്നെ വിടുവിക്കാം, ഞാൻ നിന്നെ വീണ്ടെടുക്കാം, ഞാൻ നിനക്ക് സകല സൗഭാഗ്യങ്ങൾ ഞാൻ നിനക്ക് തരാം.
നല്ലതും വിശാലവും പാലും തേനും ഒഴുകുന്നത് ആ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകാം. വാക്ക് പറയുന്നതിന് വാഗ്ദത്തങ്ങൾ വിശ്വസനാണ്. അർക്കെല്ലാം മനസ്സുണ്ട്, അർക്കെല്ലാം ആഗ്രഹമുണ്ട്. ഈ നല്ലവനായ ദൈവം നമ്മെ വിളിക്കുന്നു. അവന് സൗജന്യമായി സ്തുതി തരാമെന്നാണ് പറയുന്നത്. അവന് സൗജന്യമായി സമാധാനം തരാമെന്നാണ് പറയുന്നത്. ആ സമാധാനം ലോകം തരുന്ന സമാധാനമല്ല, അത് സമ്പത്തിൻ്റെ സമാധാനമല്ല, അത് ആരോഗ്യത്തിൻ്റെയോ പദവിയുടെയോ സമാധാനമല്ല, അത് ഉദ്യോഗത്തിൻ്റെയോ ജനസമ്മതിയുടെയോ സമാധാനമല്ല. ദൈവം തരുന്ന സമാധാനം, അലൗകികമായ സമാധാനം, അഭൗമമായ സമാധാനം, നിലനിൽക്കുന്ന സമാധാനം, ആർക്കും എടുത്തളയാൻ കഴിയാത്ത വലിയ സമാധാനം. ആ സമാധാനത്താൽ നിറയുവാൻ നിങ്ങൾ ആരും ഇപ്പോൾ തങ്ങൾ ഇതിനെ താഴ്ത്തുന്നുണ്ട്. കർത്താവായ യേശു സമാധാനം തരാൻ അവൻ്റെ കരങ്ങൾ നീട്ടിക്കൊണ്ട് നിൽക്കുന്നു. ശമരിയ സ്ത്രീയുടെ ഇരിക്കൽ നിന്ന കർത്താവായ യേശു ക്രിസ്തു ശമരിയ പട്ടണത്തിലെ അനേകർക്ക് ആ സമാധാനം പകർന്നു കൊടുത്തു. നമുക്ക് ആ സമാധാനത്തിനായി നമ്മെ തന്നെ താഴ്ത്താം. ആത്മശരീര മനസ്സുകളെ ദൈവസ്നേഹം നമുക്ക് താഴ്ത്താം. നമുക്ക് കർത്താവിൻ്റെ ഒരു വാക്ക് പറയാം. കർത്താവേ, ഞാനിത് മടങ്ങി വരുന്നു. മുടിയൻ പുത്രന്മാരെ പോലെ ഞങ്ങൾ മടങ്ങി വരുന്നു. അവിടുത്തെ മുറിഞ്ഞ കരങ്ങൾ ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ശത്രുവിന് സകല അവകാശത്തെ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ നാവിൽ സ്തുതി തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം തരണമേ. കർത്താവേ, ജീവൻ്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേര് എഴുതി തരണമേ. ജീവൻ ഈ നിറവയിൽ ഞങ്ങളെ കുടിപ്പിക്കണമേ. മാനവ മുഖത്തോട് എടുക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.